ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. 19 വയസ്സിലെ വിവാഹം ഈ നടിക്ക് സമ്മാനിച്ചത് നടനായ ഭർത്താവ് ചെയ്ത ക്രൂരതകൾ. മലയാളത്തിന്റെ ദുഃഖപുത്രിയെന്ന് ശാന്തികൃഷ്ണയെ വിളിച്ചാൽ തെറ്റില്ല. കരിയറിന്റെ തുടക്കം മുതൽ അത്തരം കഥാപാത്രങ്ങളിലൂടെയാണ് ശാന്തി വളർന്നത്. പെട്ടെന്നുള്ള വിവാഹവും ബന്ധം വേർപിരിയലുമൊക്കെ സംഭവബഹുലമായിരുന്നു അവരുടെ ജീവിതം. ഇപ്പോൾ സിനിമയിലേക്കുള്ള രണ്ടാം വരവിൽ കൂടുതൽ മികച്ച കഥാപാത്രങ്ങളെയും കിട്ടുന്നു. ഞാൻ സിനിമയിൽ കാലുറപ്പിച്ചപ്പോഴാണ് ശ്രീനാഥിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നത്. 19 വയസ്സിലായിരുന്നു കല്യാണം. 19 വയസ്സിലെ കല്യാണം ഇപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അങ്ങനെയങ്ങ് സംഭവിച്ചു. കല്യാണം കഴിഞ്ഞ് ഞാൻ ശ്രീനാഥിന്റെ കൂടെ മടത്തുംപടി എന്ന കുഗ്രാമത്തിൽ പോയി താമസിച്ചു. ബോംബെയിൽ വളർന്ന ഞാൻ മടത്തുംപടി എന്ന കുഗ്രാമത്തിലേക്ക് പറച്ചു നടപ്പെട്ടു. ആ ഗ്രാമത്തിൽ ഞാൻ സെറ്റും മുണ്ടുമെടുത്തുകൊണ്ട് നാട്ടിൻപുറത്തുകാരിയായി ജീവിച്ചു. ഉൾനാടൻ ജീവിതം ആരംഭിച്ചപ്പോൾ സിനിമയൊന്നും കിട്ടാതെയായി. അന്ന് ഫോൺ സൗകര്യമൊന്നും ഇതുപോലെയില്ല. എന്നെ ഫോണിൽ വിളിച്ചാലും ആർക്കും കിട്ടത്തില്ലായിരുന്നു. അതോടെ ഞാനും സിനിമയെക്കുറിച്ചുള്ള ചിന്ത വിട്ടു. ആ സമയത്ത് നിർമ്മാതാവ് സുരേഷ് കുമാർ, സംവിധായകൻ പ്രിയദർശനും ശ്രീനാഥിനെ ഒരുപാട് നിർബന്ധിച്ച് ഞങ്ങളുടെ താമസം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നു. സിനിമയിൽ ഓഫറുകൾ വരാൻ തുടങ്ങി. അന്ന് ശ്രീനാഥ് എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് അഭിനയിക്കാൻ പോകുന്നതെന്ന്. ഞാൻ അഭിനയിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതിനാൽ ഞാൻ അഭിനയിക്കാൻ പോയില്ല. പ്രിയദർശനൊക്കെ ശ്രീനാഥിനോട് ചോദിച്ചു, ശാന്തികൃഷ്ണന്റെ അഭിനയം നിർത്താൻ പറഞ്ഞോ എന്ന്. അപ്പോൾ ശ്രീനാഥ് പറഞ്ഞത് അവൾ സ്വയം വേണ്ട എന്ന് വെച്ചതാണ്.